Praise be to God. ദൈവത്തിന് സ്തോത്രം. God has led us this evening to be in His presence, to look upon to His Word and to learn from His Word. ദൈവത്തിന് മുമ്പാകെ നിൽക്കുവാൻ ഇരിക്കുവാൻ ദൈവം നമ്മെ ഇങ്ങനെ കൂട്ടിവരുത്തി. And especially Kolichan is still recovering, so please keep him in your prayers too as he helped me translate today. So I'd just like to give a short summary of where we stopped last time and then go about with the ongoing verses. കഴിഞ്ഞ ദിവസം നമ്മൾ അവസാനിപ്പിച്ചതായിരിക്കുന്ന ഭാഗത്തെക്കുറിച്ച് ഒരു ചെറിയ അവലോകനം നടത്തിയിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടന്നു വരാം. So in the last class, we extensively dealt with God's temple. The church is God's temple. ദൈവത്തിന്റെ മന്ദിരമായിരിക്കുന്ന സഭയെക്കുറിച്ച് നമ്മൾ വളരെ വിശദമായി കഴിഞ്ഞ ആഴ്ച ചിന്തിക്കുവാനായിട്ടിടയായി. We also the Holy Spirit dwells, we come together and then we into a fellowship, and that community and that crowd is called as church, and that crowd is called as the temple of God. നാം ഇങ്ങനെ കടന്നു വരുന്നതായിരിക്കുന്ന വിശുദ്ധന്മാർ, ദൈവം പരിശുദ്ധാത്മാവ് അധിവസിക്കുന്നതായിരിക്കുന്ന വിശുദ്ധന്മാർ, അങ്ങനെയുള്ളതായിരിക്കുന്ന ഈ മന്ദിരം അത് വളരെ വിലപ്പെട്ടതാണ്. And that is exactly why we concluded with Paul reminding us that if you try to destroy the church, destroy the temple of God, God will destroy you. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും എന്നുള്ളത്. And we saw that it's very serious because God is very possessive about his church. അത് വളരെ പ്രാധാന്യമുള്ളതാണ്. കാര്യം ദൈവം തന്റെ സഭയെ അത്രത്തോളം തന്റെ സ്വന്തമായി കരുതുന്നതാണ്. And we also saw that this is the most strictest warning ever written in the New Testament. അതുപോലെ നാം കണ്ടു ഏറ്റവും പ്രധാനപ്പെട്ട വളരെ കർശനമായിരിക്കുന്ന ഒരു കാര്യമായിട്ട് തിരുവചനത്തിൽ പുതിയ നിയമത്തിൽ ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. Because it is God's church, nobody should play in God's church. ഇത് ദൈവത്തിന്റെ മന്ദിരമായതുകൊണ്ട് ആരും ഈ മന്ദിരത്തിന്റെ അകത്ത് തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രവർത്തിക്കുവാനായിട്ട് സാധ്യമല്ല. And then we moved on to verse 18, where it started off with saying that one person can deceive himself. A believer can deceive himself. അതിനുശേഷം നമ്മൾ 18-ാം വാക്യത്തിൽ ഒരു വിശ്വാസിക്ക് തന്നെ തന്നെ വഞ്ചിക്കുവാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. And how? Because of the dependence that he keeps on the human wisdom instead of the spiritual wisdom. എന്തുകൊണ്ട്, എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ താൻ തന്റെ സ്വന്തം ജ്ഞാനത്തിൽ താൻ തന്നെ ഊന്നുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. So we learned that particular, the management phrase we discussed last week, where unlearn to learn. നമ്മൾ കഴിഞ്ഞ ആഴ്ച മാനേജ്മെന്റ് വാക്ക് നമ്മൾ കാണുകയുണ്ടായി. പഠിക്കുവാനായിട്ട് പഴയത് നമ്മൾ അഴിക്കണം, പഠിച്ചതൊക്കെ മാറ്റിവെക്കണം. And that is in a manner in which Paul is writing here when he says, let him become a fool that he may become wise. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ജ്ഞാനിയാകേണ്ടതിന് അവൻ ഭോഷനായി തീരണം. Whatever the human wisdom that you carry,
whatever the intellectual things that you carry and you consider it as wise, that has to be taken out of you for you to feed on the spiritual wisdom. നാം ഈ ഭൂമിയിൽ നമുക്ക് ആർജിക്കുന്നതായിരിക്കുന്ന ജ്ഞാനം അതെന്തായിരുന്നാലും അത് നമ്മൾ വെളിയിലേക്ക് കളഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിന്റെ ജ്ഞാനം അത് സ്വീകരിക്കുവാനായിട്ട് സാധ്യമാകുകയുള്ളൂ. I don't remember if whether it was Johann or Amorita when they were child, whenever we prompt him to write letter D, it would be B. മക്കള് അമോറിറ്റിയാണ് ജോഹാനാണെന്ന് ഓർക്കുന്നില്ല. എപ്പോഴെങ്കിലും ചെറുപ്പത്തിലെ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ഡി എഴുതാൻ പറഞ്ഞാൽ ബി എഴുതുമായിരുന്നു. This normal about for some children, it's called mirror imaging. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കൊച്ചു കുഞ്ഞുങ്ങളുടെ ഇടയിൽ അത് സാധാരണമാണ്. So one has to unlearn how we are writing D as B to correctly write B. അങ്ങനെ തെറ്റിച്ച് എഴുതുന്ന ആള് ആ എഴുതുന്ന കാര്യം മറന്നെങ്കിൽ മാത്രമേ അത് വിട്ടുകളഞ്ഞെങ്കിൽ മാത്രമേ ശരിയായ രീതിയിൽ എഴുതുവാനായിട്ട് സാധ്യമാകൂ. And mothers have a big task in it, right? They don't give up. They keep every trying. Mone, mole, this is B. This is how you should write. Take their hands, lead them through, and help them to know that this is how, you should write that particular letter. അമ്മമാർക്ക് ആ വിഷയത്തിലുള്ളതായിരിക്കുന്ന പ്രയാസം നമുക്കറിയാം. So Paul is writing that this is not something that needs to be done at one instance. It has to be there in you. Continuously, you need to learn to become a fool of yourself for you to gain wisdom and knowledge of God. ഇത് ഏതെങ്കിലും ഒരു സമയത്ത് മാത്രം ചെയ്യേണ്ട കാര്യമല്ല. നാം തുടർമാനമായിട്ട് നാം ദൈവസന്നിധിയിൽ നമ്മുടെ ലോകത്തിന്റെ ജ്ഞാനം ഭോഷത്വമായി കരുതേണ്ടത് ആവശ്യമാണ്. Because the influence of the flesh is so strong in us, at some point in time we may tend to puff up ourselves with the human wisdom. നമ്മുടെ ജഡം നമ്മിൽ അത്രയധികം ശക്തമായതുകൊണ്ട് ചിലപ്പോഴൊക്കെ നമ്മുടെ ഭൗതിക ജ്ഞാനം കൊണ്ട് നാം നമ്മെ തന്നെ ചീർക്കുന്നതായിട്ട് ഇടയാകും. And that is why Paul emphasizes in saying that human knowledge is a snare. It is a snare. It is something that you need to be very mindful that you don't get caught up in that snare. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് മാനുഷിക ജ്ഞാനം എന്ന് പറയുന്നത് ഒരു കെണിയാണ്. And we saw that this portion is a reply to 1 Corinthians chapter 18, verse 18 until 25. It's a response to what he has introduced in the 1 Corinthians chapter 1, verse 18 and until 25. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഓർത്തു 1 കൊരിന്ത്യർ 1-18 വാക്യം മുതലുള്ള വാക്യങ്ങൾക്ക് ഉള്ളതായിരിക്കും പ്രതികരണമാണ് ഈ ഭാഗത്തിൽ നാം കാണുന്നത്. And Paul is continuing on that argument into verse 19. 18 വാക്യത്തിനോട് ചേർന്നുള്ളതായിരിക്കുന്ന അതേ കാര്യം താൻ 19 വാക്യത്തിലേക്ക് താൻ വരികയാണ്. He's telling why you should become a fool on the human wisdom, in the human wisdom. എന്തുകൊണ്ടാണ് ഈ ജ്ഞാനത്തിൽ നാം ഭോഷന്മാരായിരിക്കേണ്ടത് എന്ന് അവിടെ പറയുന്നു. And the verse 19 starts with saying, for the wisdom of this world is folly with God. അവിടെ നാം 19 വാക്യത്തിൽ ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ ഭോഷത്വം. It is foolishness with God. അത് ദൈവസന്നിധിയിൽ ഭോഷത്വമാണ്. And we saw that this is again a direct perspective that Paul is bringing in his argument from 1 Corinthians chapter 1 verse 18. 1 കൊരിന്ത്യർ 1-18 വാക്യത്തിൽ അപ്പോസ്തലൻ പൗലോസ് പറയുന്നതായിരിക്കുന്ന ആ വിഷയത്തിന്റെ അതിന്റെ തുടർച്ചയായിട്ട് ആണ് നമുക്കിവിടെ ഈ 3-19 വാക്യത്തിൽ കാണുവാൻ കഴിയുന്നത്. One thing is for certain, that God's wisdom or God's knowledge and the human wisdom are polar opposites. ഒരു കാര്യം നമുക്ക് തീർച്ചയാണ്, ദൈവത്തിന്റെ ജ്ഞാനവും മാനുഷിക ജ്ഞാനവും അത് രണ്ട് ധ്രുവങ്ങളിലാണ് നിൽക്കുന്നത്. The omniscient God with his infinite wisdom versus a finite man with a very limited human wisdom. സർവജ്ഞാനിയായിരിക്കുന്ന ദൈവം അതൊരു ഭാഗത്ത്, മനുഷ്യൻ തന്റെ പരിമിതമായിരിക്കുന്ന അറിവ് അത് വേറൊരു വശത്ത്. And that's why he concludes by saying he catches the wise in his craftiness. അതുകൊണ്ടാണ് 19 വാക്യത്തിൽ ജ്ഞാനികളെ അവിടെ കൗശലത്തിൽ പിടിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. And then from today, God willing, we'll
look from verse 20 onwards. 20 വാക്യം മുതൽ നമുക്ക് ഇന്ന് നോക്കാൻ കഴിയും. The verse 20 is again an argument that Paul is building up on the human wisdom versus the God's wisdom. 20 വാക്യം മുതൽ അപ്പോസ്തലൻ പൗലോസ് വീണ്ടും വേറൊരു ആർഗ്യുമെന്റ് കൊണ്ടുവരികയാണ്. അത് മാനുഷിക ജ്ഞാനവും ദൈവിക ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം. It says that, and again, the Lord knows the thoughts of the wise, that they are futile. അവിടെ കർത്താവ് ജ്ഞാനികളുടെ വിചാരം വ്യർത്ഥം എന്നറിയുന്നു. The Lord knows the reasonings of the wise, they are useless. Wise in human standard. മനുഷ്യൻ ചിന്തിക്കുന്നത് അത് വ്യർത്ഥമാണ് എന്ന് ദൈവം അറിയുന്നു. Can somebody read Psalm 94 and verse 11? Psalm 94 and verse 11. സങ്കീർത്തനം 94:11. മനുഷ്യരുടെ വിചാരങ്ങളെ മായ എന്ന് യഹോവ അറിയുന്നു. Yeah, it is nothing. It's futile. It's the thoughts or the wisdom of the man is useless. മനുഷ്യരുടെ വിചാരങ്ങൾ അത് ഉപയോഗശൂന്യമാണ്. Futile means it is fruitless. It's empty. അതിന്റെ അർത്ഥം അത് ഒന്നിനും കൊള്ളരുതാത്തതായിട്ട് പ്രയോജനരഹിതമാണ് എന്നുള്ളതാണ്. The human wisdom cannot grasp the surpassing truth of God. ദൈവത്തിന്റെ സത്യങ്ങളെ അറിയുവാനായിട്ട് മാനുഷിക ജ്ഞാനത്തിന് സാധ്യമല്ല. It is finite, it is limited, and it is void of divine content. ദൈവത്തിന്റെ മനുഷ്യന്റെ ജ്ഞാനം അത് പരിമിതപ്പെട്ടതാണ്. അത് മാനുഷികമായി അത് ദൈവത്തിന്റെ കാര്യങ്ങളെ അറിയുവാനായിട്ട് സാധ്യമാണ്. So what Paul is essentially trying to say here is, if you are depending on the human wisdom to prove divine wisdom, it's useless. ഇവിടെ പൗലോസ് പറയാൻ ശ്രമിക്കുന്നത്, നാം ദൈവിക കാര്യങ്ങളെ തെളിയിക്കുവാനായിട്ട് മാനുഷിക ജ്ഞാനങ്ങൾ ഉപയോഗിക്കുന്നുവെങ്കിൽ അത് പ്രയോജനരഹിതമാണ്. Because human wisdom cannot grasp divine wisdom. എന്തുകൊണ്ടെന്നാൽ മാനുഷിക ജ്ഞാനം അത് ദൈവിക ജ്ഞാനത്തെ മനസ്സിലാക്കുവാനായിട്ട് സാധ്യമാകുകയില്ല. Do you know why one of the reasons in our churches, especially in Brethren Church setup or any other, Protestant, conservative churches, whenever there is an issue or problem arises in the church, whom do we approach? നമുക്ക് സാധാരണ നമ്മുടെയൊക്കെ ഇടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ നാം ആരെയാണ് നാം സാധാരണഗതിയിൽ ആരുടെ അടുക്കലേക്കാണ് നാം പോകാറുള്ളത്? Whom do we approach? നാം ആരുടെ അടുക്കലേക്കാണ് പോകാറുള്ളത്? I need answers. Yeah, Jason is saying elders. We usually go to elders, right? We go to elders if you're facing certain problems in the church, and that is how the pattern has to be. അതാണ് ശരി. നമ്മൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സഭയിലുള്ളതായിരിക്കുന്ന മുതിർന്ന ആൾക്കാരുടെ അടുക്കിലേക്ക് നാം പോകും. Why we are going to the elders? Why we should go to the elders as per the pattern? എന്തുകൊണ്ടാണ് നാം അങ്ങനെയുള്ളവരുടെ അടുക്കിലേക്ക് പോകുന്നത്? Because we presume or we have an understanding that the elders, the leaders of the church, would have the right discernment from the scripture. They can tell you what is right and wrong and guide you in the light of the scripture what you should be doing. അവർക്ക് അങ്ങനെയുള്ളതായിരിക്കുന്ന സഭയിലെ ചുമതലപ്പെട്ട സഹോദരന്മാർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ളതായിരിക്കും വകതിരിവ്, അറിവ്, ഏതാണ് ശരി ഏത് തെറ്റ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് എന്ന് നാം വിചാരിക്കുന്നു. So that me as a believer will not lean on my human wisdom to solve the problem, but I prayerfully depend on the elder or the steward of the church to discern for me and recommend for me in light of the divine wisdom. ഞാൻ എൻ്റെ ജ്ഞാനത്തിൽ ഊന്നാതെ സഭയിലുള്ളതായിരിക്കുന്ന മൂപ്പന്മാർ തുടങ്ങിയ ഉപദേഷ്ടാക്കന്മാർ തുടങ്ങിയവരുടെ അടുക്കിലേക്ക് ചെന്ന് അവർ ദൈവവചനത്തെ ആസ്പദമാക്കി ആ വിഷയത്തിൽ എന്താണ് പറയുവാനുള്ളത് എന്ന് ഞാൻ ശ്രമിക്കുന്നു. And that is the pattern of the church. അതാണ് സഭയുടെ രീതി. A human wisdom cannot orient to eternal truth. ഒരു കാരണവശാലും മാനുഷിക ജ്ഞാനത്തിന്
നിത്യമായിരിക്കുന്ന ദൈവത്തിന്റെ ജ്ഞാനവുമായിട്ട് ബന്ധിപ്പിക്കാൻ സാധ്യമാകുകയില്ല. Human wisdom cannot bring one to salvation. മാനുഷിക ജ്ഞാനത്തിന് ആരെയും രക്ഷിക്കുവാൻ കഴിയുകയില്ല. Human wisdom cannot give an understanding of this infinite God. ഈ ഉന്നതനായിരിക്കുന്ന ദൈവത്തെ മനസ്സിലാക്കുവാനായിട്ട് മാനുഷിക ജ്ഞാനത്തിന് സാധ്യമല്ല. And that is why, we have fresh in our mind the Christmas village that we did, right? നമ്മൾ ചെയ്തായിരിക്കും ക്രിസ്മസ് വില്ലേജ് നമ്മുടെ ഹൃദയത്തിൽ ഇപ്പോഴും ഉണ്ടല്ലോ. It is a pattern that we try to do. The church came together and we try and contribute whatever the way God has enabled us by His grace. ദൈവത്തിന്റെ കൃപയാൽ ദൈവം നമുക്ക് നൽകിയതായിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് കൂടി നമ്മളെ കൊണ്ടുവരുവാനായിട്ട്. When such things happen, you prayerfully keep the matters in prayer. You consult with the elders of the church. You consult with the responsible people in the church. Ask them for the guidance, a spiritual guidance, a divine guidance. Then you go about it. And that is how the things should operate in church and not on the human wisdom. നമ്മുടേതായിരിക്കുന്ന സ്വന്തം ജ്ഞാനത്തിൽ ഊന്നാതെ നാം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സഭയിലുള്ള എൽഡേഴ്സ് അതുപോലുള്ളതായിരിക്കുന്ന ആൾക്കാരുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുവാനായി. If we do, there would be no results. അങ്ങനെ നമ്മൾ സ്വന്തം ജ്ഞാനത്തിൽ ഊന്നിയാൽ അതിന്റെ ഫലം നമുക്കുണ്ടാകുകയില്ല. And with that, let's go to the next verse. അടുത്ത വാക്യം 20ാമത്തെ വാക്യം, കർത്താവ് ജ്ഞാനികളുടെ വിചാരം വ്യർത്ഥം എന്നറിയുന്നു എന്നും എഴുതിയിരിക്കുന്നുവല്ലോ. Yeah, we'll take the verse 21. Yeah. ആകയാൽ ആരും മനുഷ്യർ പ്രശംസിക്കരുത്, സകലവും നിങ്ങൾക്കുള്ളതല്ലോ. This is the conclusion of the portion that Paul is bringing up when he is talking about the divine wisdom and the human wisdom. So in the earlier verses, he was talking about all what is leaning on the human wisdom, what is about the spiritual wisdom, and now in verse 21, he is bringing the conclusion. മനുഷ്യരുടെ സ്വന്തം ജ്ഞാനത്തിൽ ഊന്നുക, അതുപോലെ ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ഊന്നുക എന്നുള്ളതായിരിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് താൻ പറഞ്ഞിട്ട് ഇപ്പോ ഈ 21ാം വാക്യത്തിൽ അതിന്റെ ഉപസംഹാരമായിട്ട് താൻ ഈ വിഷയം In English, he starts with "so then." That's a closure of the what he is telling about. And what is the closure? Let no one boast in men. മലയാളത്തിലും ആകയാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. അത് ഇതിനു മുമ്പ് പറഞ്ഞതായിരിക്കുന്ന വിഷയങ്ങളുടെ പര്യവസാനമാണ്. ആരും മനുഷ്യർ പ്രശംസിക്കരുത്. No one should boast in men. ആരും മനുഷ്യർ പ്രശംസിക്കരുത്. No believer should place the ultimate truth in the authority of men. മനുഷ്യരുടെ അധികാരത്തിന്മേൽ ആരും ദൈവത്തിന്റെ no one should place the ultimate truth in the authority of men. ആത്യന്തികമായിരിക്കുന്ന സത്യങ്ങളെ മനുഷ്യന്റെ അധികാരത്തിൽ ആരും കൊണ്ടുവെക്കരുത്. Can you remember where he is connecting this? ഇത് എവിടെയാണ്, ഏത് ഭാഗത്തുമായിട്ടാണ് ബന്ധപ്പെട്ട് നമുക്കറിയാമോ? ഓർക്കുന്നുണ്ടോ? Yes, I am of Paul, I am of Apollos. I will agree what Paul is saying. I'll agree only what Benai is saying today, right? I will only agree with what Godly Chan is saying today. That is my final truth. That is my final authority. Paul is giving an answer to that here. ആരെങ്കിലും ഒരു വ്യക്തിയുടെ മേൽ അവിടെ നമ്മൾ കാണുന്നത് പോലെ 1ാം അധ്യായത്തിൽ കാണും, അപ്പൊല്ലോസ്, പൗലോസ്, ഇങ്ങനെയുള്ളതായിരിക്കും വ്യക്തികളിൽ നമ്മൾ ആശ്രയിക്കരുത് എന്നുള്ളതാണ്. അവരുടെ ചിന്താഗതിക്ക് അനുസരിച്ചല്ല നാം പോകേണ്ടത്. Answer to chapter 3 verse 4 and 5. 3ാം അധ്യായത്തിന്റെ 4ഉം 5ഉം വാക്യങ്ങളിൽ we see that, and this is an answer to the conclusion of that. അതിന്റെ അവസാനമായിട്ടാണ്, അതിന്റെ പര്യവസാനമായിട്ടാണ് ഈ ഭാഗം നാം കാണുന്നത്. So Paul is trying to say that if you do that, it will cause strife, envy, divisions in the church. അങ്ങനെ ഉണ്ടായാൽ സഭയിൽ പിണക്കം, അതുപോലെ സഭയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതായിരിക്കുന്ന അസൂയ, മറ്റു വിധമായിരിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കാനിടയാവും. Why did I say, why is concluding from the verse, in the chapter 3, verse 4 and 5? It's because from the following verse. You see verse 22. Shall we read verse 22? 22ാം വാക്യം, പൗലോസോ അപ്പൊല്ലോസോ, കേഭാവോ, ലോകമോ, ജീവനോ, മരണമോ, ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ, സകലവും നിങ്ങൾക്കുള്ളത്. Yeah, സകലവും നിങ്ങൾക്ക് ഉള്ളത്. All are yours.
സകലവും നിങ്ങൾക്കുള്ളത്. So Paul is actually reversing the statement of I belong to Paul, I belong to Apollos, into all things belong to you. അവിടെ ഞാൻ കേഫാവിനുള്ളത്, ഞാൻ പൗലോസിനുള്ളത്, പൗലോസിനുള്ളത്, അപ്പൊല്ലോസിനുള്ളത് എന്ന് പറയുന്നതിനെ അതിനെ തിരുത്തിക്കൊണ്ട് എല്ലാം നിങ്ങൾക്കുള്ളതാണ് എന്ന് പറയുക. God has planted Apollos, God has planted Paul as servant leaders in the church to serve Corinth church. അവിടെ പൗലോസ്, അപ്പൊല്ലോസ്, കേഫാവ് തുടങ്ങിയവരെ അവിടെ കൊരിന്തിയിൽ നിങ്ങളെ ശുശ്രൂഷിക്കാനായിട്ട് ദൈവം ആക്കി വെച്ചവരാണ്. He is also bringing another point here together from the introduction. Let's also read 1 Corinthians chapter 1 verse 10 to 12. 1 Corinthians chapter 1 verse 10 to 12. 1 Corinthians 1 10 മുതൽ 12 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ ഏക മനസ്സിലും ഏകാഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണം എന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലോവിയുടെ ആളുകളാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. നിങ്ങൾ ഓരോരുത്തൻ, ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിന്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ പറയുന്നു പോൽ. So Paul is giving a reply to that introduction, that problem that has been reported earlier in 1 Corinthians. ആദ്യം നാം വായിച്ചതായിരിക്കുന്ന ഈ പ്രശ്നത്തിന് പൗലോസ് ഒരു ഉത്തരം നൽകുകയാണ്. So he's bringing these portions beautifully together, and he says that you need not have divisions, or you need not think about I belong to him, I belong to Apollos or Paul. All of these servants belong to you. അവിടെ പൗലോസ് ഞാൻ കേഫാവിന്റെ പക്ഷക്കാരൻ, ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ എന്ന് നിങ്ങൾ തന്നെ വകതിരിക്കേണ്ട ആവശ്യമില്ല. ഇവരെല്ലാവരും നിങ്ങൾക്കുള്ളവരാണ്. And all things belong to believers, including the verses that we meditate this evening. ഇന്ന് രാത്രി നാം ധ്യാനിക്കുന്ന ഈ ഭാഗം ഉൾപ്പെടെ എല്ലാം അത് വിശ്വാസികൾക്കായിട്ട് ഉള്ളതാണ്. A believer can profit from any person in the church. ഒരു വിശ്വാസിക്ക് സഭയിലുള്ളതായിരിക്കും ഏത് വ്യക്തിയിൽ നിന്നും തനിക്ക് ലാഭം ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും. Only thing is that person should be faithful to the scripture. ഒരു കാര്യം മാത്രം, ആ വ്യക്തി നാം ആരിൽ നിന്ന് നാം സ്വീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, ആ വ്യക്തി താൻ ദൈവവചനത്തോട് വിശ്വസ്തനായിരിക്കണം. A believer can profit from any sound Christian servant leader. ഏത് ശരിയായ സഭയിലെ നേതാക്കന്മാരിൽ നിന്നും ഒരു വിശ്വാസിക്ക് തനിക്ക് നന്മകൾ നേടുവാനായിട്ട് സാധിക്കും. There is no need for a believer to claim one is superior to the other. ഒരു വ്യക്തി മറ്റു വ്യക്തിയേക്കാൾ ഉന്നതനാണ് എന്ന് യാതൊരു കാരണവശാലും ഒരു വിശ്വാസി അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. Because all those servants is for the benefit of the church. എന്തുകൊണ്ടെന്നാൽ അങ്ങനെ ദൈവമാക്കിയിരിക്കുന്ന എല്ലാ വ്യക്തികളും അത് സഭയുടെ പൊതു പ്രയോജനത്തിനായിട്ടാണ് അങ്ങനെ ആക്കിയിരിക്കുന്നത്. And since we are God's children, God has placed us in the God's scheme of things. അങ്ങനെ ദൈവത്തിന്റെ മക്കളായതുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതിയിൽ നമ്മെ ദൈവം ആക്കിയിരിക്കുകയാണ്. So here in verse 22, we can see 6 things. Can somebody, Sunday school children or youths, can you pick up what are 6 things that Paul is bringing up in verse 22? 22-ാം വാക്യത്തിൽ 6 കാര്യങ്ങൾ അവിടെ അപ്പോസ്തലൻ പൗലോസ് പറയുന്നുണ്ട്. How do you segregate that? Okay, I'll give a clue. One is Paul or Apollos or Say first, who is servants of God? Okay, count. So there one. Second one is world. Third one, life, death, present, future. Got it? There are 6 things that Paul is telling, and he says all these things are yours. ഈ 6 കാര്യങ്ങളെ കുറിച്ചും പറഞ്ഞിട്ട് അപ്പോസ്തലൻ പൗലോസ് പറയാണ് ഇതെല്ലാം നിങ്ങൾക്കുള്ളതാണ്. How all these 6 things can become yours? I'll just put it up on the slide. എങ്ങനെയാണ് ഈ 6 കാര്യങ്ങൾ നിങ്ങൾക്കുള്ളതാകുന്നത്? So the servant leaders, Apollos,
Paul, Apollos, or Apostle Peter, they are the human instruments through whom God ministers. അവിടെ ശുശ്രൂഷകന്മാരായിരിക്കുന്ന നേതാക്കന്മാർ പൗലോസ്, അപ്പൊല്ലോസ്, കേഭാവ് തുടങ്ങിയവർ അവര് ദൈവത്താൽ നിയോഗിക്കപ്പെട്ടതായിരിക്കുന്ന ശുശ്രൂഷകന്മാരാണ്. All these faithful leaders serve the same Lord. അവരെല്ലാവരും ഒരേ ദൈവത്തെയാണ് അവരൊക്കെ സേവിക്കുന്നത്. Their gifts could be different, but it benefits the church. അവരുടെ കൃപാവരങ്ങൾ വ്യത്യാസമുണ്ടാകാം, പക്ഷേ അവർ സഭയ്ക്ക് ഒരുപോലെ പ്രയോജനമുള്ളവരാണ്. The world, ഈ ലോകം, we know it's the created order and the human environment that we enjoy. നാം ആസ്വദിക്കുന്നതായിരിക്കുന്ന ഈ ഭൂമിയുടെ ഗതി. Those who are in Sunday school, they know about this topic that we learned, stewards of God's creation. Do you recollect that? ഈ ഭൂമിയിൽ ദൈവത്തിന്റെ സൃഷ്ടിയുടെ ഗൃഹവിചാരകന്മാർ എന്നുള്ളത് നാം പഠിച്ചതാണ്. How do we benefit? Because we are stewards of this world under Christ's authority. ക്രിസ്തുവിന്റെ അധികാരത്തിന്റെ കീഴിൽ നാം ഈ ഭൂമിയുടെ വിചാരകന്മാർ, ഈ ഭൂമിയുടെ ഗൃഹവിചാരകന്മാർ. We are not to be enslaved by the world, but we represent ourselves as stewards of this world under Christ's authority, the Creator. ഈ ഭൂമിയുടെ അടിമകളല്ല നാം, എന്നാൽ ദൈവത്തിന്റെ അധികാരത്തിൽ ഉൾപ്പെട്ട സൃഷ്ടിയായിരിക്കുന്ന ഈ ഭൂമിന്റെ സ്റ്റീവേർഡ്സ് ആണ്. And next comes life. പിന്നീട് ജീവൻ. It is the present existence and the spiritual vitality that we enjoy. നാം ഇന്ന് ആയിരിക്കുന്നതായിരിക്കുന്ന ഈ അസ്തിത്വം, ഈ ആത്മീയമായിരിക്കുന്ന ആ ശക്തി, അതാണ് ജീവൻ എന്നതുകൊണ്ട് അർത്ഥമാകുന്നത്. Why is it all yours? അതെന്തുകൊണ്ടാണ് നിങ്ങളുടേതായിരിക്കുന്നത്? Every breath and every opportunity are gifts meant for God's glory, and that's why it's yours. നമുക്ക് ലഭിച്ചതായിരിക്കുന്ന ഓരോ ശ്വാസവും, നമുക്ക് ലഭിക്കുന്ന ഓരോ അവസരങ്ങളും അത് ദൈവത്തിന്റെ ആവശ്യത്തിന് വേണ്ടി നമുക്ക് ദൈവം നൽകിയ ദാനമാണ്. And next comes death. പിന്നീട് മരണം. It is a passage to leaving from the earthly life. ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാനുള്ളതായിരിക്കുന്ന ഒരു മാർഗമാണല്ലോ മരണം. Whenever we attend the funeral in Tengod or here, we see that, right? Death plays a middle ground between the life and the eternal life. നമുക്കറിയാം, നാം സാധാരണഗതിയിൽ അങ്ങനെയുള്ളതായ സംസ്കാര ശുശ്രൂഷകൾ പങ്കെടുക്കുമ്പോൾ നാം ശ്രദ്ധിക്കാറുള്ളതാണ്, മരണം എന്ന് പറയുന്നത് രണ്ടിനും ഇടയ്ക്കുള്ളതായിരിക്കും വാതിലാണ്. And why Paul says it's all yours? എന്തുകൊണ്ടാണ് അതും നിങ്ങൾക്കുള്ളതാണ് എന്ന് പറയുന്നത്? Because death is no longer a threat. It serves God's purpose for believers to enter into eternal life. എന്തുകൊണ്ടെന്നാൽ മരണം എന്ന് പറയുന്നത് നമുക്ക് അതൊരു ത്രട്ടല്ല, നമുക്ക് നിത്യതയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു കവാടമാണ് മരണം. That is why it's yours. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്ന് പറയുന്നത്. And things of the present, ഇപ്പോഴുള്ളതോ, the current circumstances, the experiences, we now learning this Bible study together. നാം ആയിരിക്കുന്നതായിരിക്കുന്ന ഇന്നത്തെ സാഹചര്യങ്ങൾ, it is all good for us because it is under divine sovereignty and it work for believers good. ദൈവത്തിന്റെ പരമാധികാരത്തിൽ ഉള്ളതായിരിക്കുന്ന അധികാരത്തിൽ ഉൾപ്പെട്ടതായിരിക്കുന്ന വിഷയമാണ്, അത് നമുക്ക് നന്മയ്ക്കായിട്ടുള്ളതാണ്. And that is why Paul says it's all yours. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നു അത് നിങ്ങൾക്കുള്ളതാണ്. And the sixth one, the things to come, the future. ഇനി ഭാവിയെ കുറിച്ചാണ് അടുത്തത് നാം കാണുന്നത്. The promises and our eternal inheritance. ദൈവം നമുക്ക് നൽകിയ വാഗ്ദത്തങ്ങൾ, നമുക്ക് ദൈവസന്നിധിയിൽ നമുക്കുള്ളതായിരിക്കുന്ന അവകാശം ഭാവിയിൽ നമുക്ക് ലഭിക്കുവാൻ പോകുന്നത്. Paul says it's all yours because your destiny, your future is secure in Christ. എന്തുകൊണ്ടെന്നാൽ നിന്റെ ഭാവി അത് ദൈവസന്നിധിയിൽ സുരക്ഷിതമാണ്. And that is why Paul is saying this future belongs to God's people and hence it's all yours. അതുകൊണ്ടാണ് ഈ ഭാവി അത് ദൈവജനത്തിനുള്ളതാണ്, അത് നിങ്ങൾക്കുള്ളതാണ്. And with that, Paul is coming up to the verse 23. വാക്യം, നിങ്ങളോ ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തു ദൈവത്തിനുള്ളവൻ. You belong to Christ. നിങ്ങൾ ക്രിസ്തുവിനുള്ളവൻ. All things are ours by virtue and by virtue of a relation is to Christ. നാം ദൈവവുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നാം മുൻപ് പറഞ്ഞതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും
അത് നമുക്കുള്ളതായി തീരുന്നത്. The church exists for Christ. എന്നാൽ സഭ അത് ക്രിസ്തുവിന് വേണ്ടി ഉള്ളതാണ്. And then it says that the Christ is of God. പിന്നീട് നാം വായിക്കുന്നു ക്രിസ്തു ദൈവത്തിനുള്ളവൻ. What does it mean? അതിന്റെ അർത്ഥം എന്താണ്? The Christ belongs to God. ക്രിസ്തു ദൈവത്തിന് ഉള്ളവനാണ്. We know that in nature, Christ is equal to Father. നമുക്കറിയാം സാരാംശത്തിൽ പുത്രൻ കർത്താവായ യേശു ക്രിസ്തു പിതാവിന് തുല്യമാണ്. We know the Trinity, right? The Father is God, the Son is God, the Holy Spirit is God. നമുക്കറിയാം ആ തൃത്വത്തിന്റെ ആ മുദ്ര നാം സാധാരണ കാണുന്നതാണ്. പിതാവ് ദൈവമാണ്, പുത്രൻ ദൈവമാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്. However, in the position and the office of Christ, he is subject to the Father. എന്നാൽ പ്രവർത്തന മേഖലയിൽ കർത്താവായ യേശു ക്രിസ്തു പിതാവിന് അധീനമാണ്. And how? എങ്ങനെയാണ്? Because he submitted himself to the Father's will to offer himself as a sacrifice on the cross. എന്തുകൊണ്ടെന്നാൽ പിതാവിന്റെ ഹിതത്തിന് തന്നെ ഏൽപ്പിച്ചുകൊണ്ട് ഒരു യാഗമായി തീരുവാൻ കർത്താവ് തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. Because in his office he subjected himself under the Father, Christ belongs to God. തന്റെ സ്ഥാനത്തിൽ തന്റെ പ്രവർത്തന മേഖലയിൽ താൻ പിതാവിന് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു, തനിക്ക് അധീനപ്പെടുകയായിരുന്നു ചെയ്തത്. And thus authority in church is patterned after Christ authority. അതുകൊണ്ട് സഭയിലെ അധികാരം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ അധികാരത്തോട് അതിനോട് തുല്യമായിട്ട് അഥവാ അതേ രീതിയിലാണ് ഉണ്ടായിരിക്കേണ്ടത്. The church is subordinate to his mission. To his mission. Yeah. ദൈവത്തിന്റെ കാര്യപരിപാടികൾക്ക് സഭ വിധേയമാണ്. Yeah, it's subordinate to his plan, to his mission. ദൈവത്തിന്റെ പദ്ധതികൾക്ക് സഭ തന്നെ വിധേയമാണ്. So with that, we are concluding with the verse 23. 21 വാക്യം നാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. Beautifully, Paul concludes, right? How he is bringing all things together. And then at last he concludes to say that all things belong to you. Twice he repeats that. നമുക്കറിയാം ഈ ഭാഗത്ത് എത്ര ഭംഗിയായിട്ടാണ് അപ്പോസ്തലൻ പൗലോസ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് അതെല്ലാം നിങ്ങൾക്കുള്ളതാണ് എന്ന് തെളിയിക്കുന്നു. Verse 21 and 22, we see all things are yours. 21-22 വാക്യങ്ങൾ സഭയിലുള്ളതായിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം നിങ്ങൾക്കുള്ളതാണ്. And then goes on to say you are of Christ, or you are Christ's. എന്നിട്ട് പറയുകയാണ് നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണ്. And Christ is God's. എന്നാൽ ക്രിസ്തു ദൈവത്തിനുള്ളവനാണ്. And hence it should defeat the problem of divisions, the superiority, the partiality, the heroism, all those things that was identified in the Corinth church. This answer should be the final statement of answer for them. നമ്മുടെ ഇടയിലുള്ള പിണക്കം അങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ അതെല്ലാം കൊരിന്ത സഭയിൽ ഉണ്ടായിരുന്നു. അതിനെല്ലാം ഒരു ഉത്തരമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. So I've kind of summarized the entire chapter 3 here. ഇവിടെ 3-ാം അധ്യായം നമുക്ക് ഇങ്ങനെ സംക്ഷിപ്തമായി പറയുവാൻ സാധിക്കും. So we saw we need to have the unity in ministry. നമുക്ക് നമ്മുടെ ശുശ്രൂഷയിൽ ഏകീകരണം വേണം. You remember the example of the farmland? അവിടെ നമ്മൾ കൃഷിയെ കുറിച്ച് കണ്ടു. And we saw that God gives growth, leaders are the co-workers, so we need to serve in harmony, not rivalry. അവിടെ ദൈവമാണ് വളരുമാറാക്കുന്നത്, നാം കേവലം അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർ മാത്രമാണ്. And we saw the foundation is Christ himself. There is no other foundation. അതുപോലെ നാം കണ്ടു അവിടെ ഇട്ടിരിക്കുന്ന അടിസ്ഥാനം അത് ക്രിസ്തു മാത്രമാണ്. And because the foundation is Christ himself, you need to build with integrity and grace above that foundation. അതിന്റെ മുമ്പിൽ നാം വളരെ സത്യസന്ധതയോടുകൂടി വേണം നാം ആ അടിസ്ഥാനത്തിന്മേൽ നാം പണിയുവാനായിട്ട്. And we saw that we need to guard the church and do not allow ourselves to defile the church. അതുകൊണ്ട് നാം കണ്ടു യാതൊരു കാരണവശാലും ഈ സഭയെ മലിനപ്പെടുത്തുവാനായിട്ട് നാം മലിനപ്പെടുത്തുവാൻ പാടില്ല. Because his Holy Spirit is indwelling in each of our believers, we need to guard this church with purity and unity. നാം എല്ലാ വിശ്വാസിയിലും പരിശുദ്ധാത്മാവ് അധിവസിക്കുന്നത് കൊണ്ട്
ഇതിന്റെ ആ നൈർമല്യത, അത് വിശുദ്ധി നാം സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. And we saw the divine wisdom. We should be depending on the divine wisdom and not on the human wisdom, because human wisdom is folly. മനുഷ്യന്റെ ജ്ഞാനത്തിലല്ല, ദൈവത്തിന്റെ ജ്ഞാനത്തിലാണ് നാം ആശ്രയിക്കേണ്ടത്. കാര്യം മനുഷ്യന്റെ ജ്ഞാനം അത് ഭോഷത്വമാണ്. We should consider ourselves fool. We should seek humility and seek scriptural truth. നാം നമ്മെ തന്നെ ഭോഷന്മാരായി കരുതി നാം ലാളിത്യമുള്ളവരായി ദൈവത്തിന്റെ ജ്ഞാനം അതിനുവേണ്ടി നാം ആഗ്രഹിക്കണം. Since all gifts are received from God, we need to minister faithfully and not boastfully. എല്ലാ നല്ല ദാനങ്ങളും എല്ലാ കൃപാവരങ്ങളും ദൈവത്തിൽ നിന്നുള്ളതായതുകൊണ്ട് നാം അത് ശരിയായ രീതിയിൽ ദൈവത്തിന് വേണ്ടി വിനിയോഗിക്കുവാൻ ആവശ്യം. The stewardship has to be exercised without envy, strife or divisions. നമ്മിലുള്ള പിണക്കം, ഈർഷ്യ, പിണക്കം, ഇതിൽ ഒന്നും അല്ല നമ്മുടെ പ്രവർത്തനങ്ങളായിരിക്കേണ്ടത്. With that, we'll go to chapter 4. ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് 4-ാം അധ്യായത്തിലേക്ക് വരാം. Now, I want to give an introduction about chapter 4. Unless I give an introduction about chapter 4, it will be difficult for me to also, share from chapter 4. 4-ാം അധ്യായത്തിന്റെ ഒരു ആമുഖമായി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. We saw that in chapter 3, Paul deals with a believer's spiritual immorality. We saw about the carnal believers. He deals with the believer's immaturity. അവിടെ 3-ാം അധ്യായത്തിൽ ഒരു ജഡിക വിശ്വാസികളുടെ ആത്മിക നിലവാരത്തെ കുറിച്ചാണ് 3-ാം അധ്യായത്തിൽ നാം കണ്ടത്. And the consequences of this spiritual immaturity are the strife, the envy, the divisions, the personal ambitions, defiling of the church. അവിടെ നാം കണ്ടു, അവിടെ അതിന്റെ പരിണിത ഫലമായി ഈർഷ്യയും പിണക്കവും സഭയെ മലിനപ്പെടുത്തുന്നതായിരിക്കുന്ന അനുഭവം ഒക്കെ നമുക്ക് 3-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയും. And Paul is also trying to address the theological misunderstanding of the gospel and the church in chapter 3. 3-ാം അധ്യായത്തിൽ സഭയുടെ സുവിശേഷത്തിൽ വിശ്വാസികൾക്കുള്ളതായിരിക്കുന്ന അവരുടെ അറിവ് കുറവ് അത് താൻ ഈ അധ്യായത്തിൽ പറയുകയുണ്ടായി. And we saw that there should not be any spiritual heroes, but then you need to look up Christ because all belongs to you. അവിടെ നാം ഏതെങ്കിലും വ്യക്തികളെ അല്ല, ക്രിസ്തുവിനെയാണ് നോക്കേണ്ടത്. കാര്യം ഈ വ്യക്തികളെല്ലാം നമുക്കുള്ളതാണ്. Why I said I want to give an introduction about chapter 4 is because Paul shifts his focus in chapter 4 from chapter 3. 3-ാം അധ്യായത്തിൽ വ്യത്യസ്തമായി 4-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പൗലോസ് തന്റെ ശ്രദ്ധയെ മാറ്റുന്നു. അതുകൊണ്ടാണ് ഈ 4-ാം അധ്യായത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയണം എന്ന് ആഗ്രഹിക്കുന്നു. In chapter 4 there are two main things that Apostle Paul is focusing. ഇവിടെ 4-ാം അധ്യായത്തിൽ താൻ 2 കാര്യങ്ങളാണ് അപ്പോസ്തലൻ പൗലോസ് പറയുവാനായിട്ട് ശ്രമിക്കുന്നത്. One is defending his own apostolic ministry. ഒന്ന്, തന്റെ അപ്പോസ്തോലിക ശുശ്രൂഷയെ താൻ അതിനെ പ്രതിരോധിക്കുന്നു. And the next one is exposing spiritual pride. അതുപോലെ തന്നെ ആത്മീകമായ ഗർവം അത് ഈ ഭാഗത്ത് താൻ തെളിയിക്കുവാനായിട്ട് ശ്രമിക്കുക. Paul focuses on correcting Corinthians on their spiritual pride. ഇവിടെ ആത്മീകമായിരിക്കുന്ന ഗർവം അത് അപ്പോസ്തലൻ അത് തെളിയിക്കുവാനായിട്ട്, അഹംഭാവം അത് തെളിയിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. He is trying to correct their wrong judgment by reminding them what should be the true nature of Christian leadership and discipleship. ഏതാണ് ശരിയായിരിക്കുന്ന ക്രിസ്തീയ നേതൃത്വം, ക്രിസ്തീയ ശിഷ്യത്വം എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഇവിടെ അപ്പോസ്തലൻ പൗലോസ് അവരെ ശരിയായ പാതയിലേക്ക് നടത്തുവാനായിട്ട് ശ്രമിക്കുക. It may be a bit surprising to us, right? When Paul is writing this, we may be thinking, why at all he need to defend his own apostolic ministry? ഇത് വായിക്കുമ്പോൾ നമുക്ക് തോന്നും, എന്തുകൊണ്ടാണ് അപ്പോസ്തലൻ പൗലോസിന് തന്റെ അപ്പോസ്തലത്വം എന്തുകൊണ്ടാണ് അത് ഡിഫെൻഡ് ചെയ്യേണ്ടതായിട്ട്, അത് പ്രതിരോധിക്കേണ്ടതായിട്ട് വരുന്നത്. But across, if you read in 1 Corinthians as well as in 2 Corinthians, there is no explicit mention of Paul telling about his apostolic ministry. ഇവിടെ ഈ 1 Corinthians 2 Corinthians വായിച്ചു നോക്കിയാൽ അപ്പോസ്തലൻ പൗലോസ്
വളരെ കൃത്യമായി തന്റെ തന്റെ അപ്പോസ്തലത്വത്തെ കുറിച്ച് താൻ പറയുന്നില്ല. But the way Paul writes and addresses certain portions in the First Corinthians and the Second Corinthians, we would get a fair understanding that there was a faction of church, faction of people in the Corinth church who were rejecting Paul's eschatological teaching. അപ്പോസ്തലൻ പൗലോസ് തന്റെ തന്റെ ഭാവിയെക്കുറിച്ചുള്ളതായിരിക്കുന്ന താൻ പഠിപ്പിക്കുന്നത് സഭയിലുള്ളതായിരിക്കും ചിലര് അത് അംഗീകരിച്ചില്ല എന്നുള്ളത് നമുക്ക് ഈ ഭാഗങ്ങൾ വായിച്ചാൽ മനസ്സിലാക്കും. They rejected Paul's eschatological teaching as well as his apostolic authority. അപ്പോസ്തലൻ പൗലോസ് നിത്യതയെക്കുറിച്ച് അഥവാ ഭാവിയെക്കുറിച്ച് താൻ പഠിപ്പിച്ചതായിരിക്കുന്ന വിഷയങ്ങൾ, അതുപോലെ അപ്പോസ്തലൻ പൗലോസിന്റെ അപ്പോസ്തലത്വം എന്നുള്ള കാര്യങ്ങൾ ചിലരൊക്കെ അംഗീകരിച്ചില്ല. So the Corinthians, they were influenced by something called as over-realized eschatology. I don't know how to put, but this is how I came up with over-realized eschatology. അവരിൽ ചിലരെങ്കിലും പറയാമോ? The people in the Corinth church, they were living under a self-realization of over-realized eschatology. അതായത് എസ്കറ്റോളജിന്റെ അപ്പുറമായിട്ട് കുറച്ചുകൂടെ കൂടുതൽ അത് എന്ന് വെച്ചാൽ ഭാവിയെ കുറിച്ചുള്ളതായിരിക്കുന്ന ദൈവവചനത്തിന് അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളെക്കാൾ കൂടുതൽ കാര്യങ്ങളിൽ ഈ കൊരിന്തിലുള്ള വിശ്വാസികൾ ചിലരെങ്കിലും അങ്ങനെ വിശ്വസിച്ച വിശ്വാസികൾ ഉണ്ടായിരുന്നു. Because of their, നമ്മൾ നേരത്തെ കണ്ടു അല്ലെ, the problem initially in the introduction we saw that there were people who are having gifts of tongue, there were people having gift of prophecy, and there used to be a lot of confusion in the church because 2-3 people will stand up and they will speak in tongues at the same time, they'll do the prophecy at the same time. There is a lot of disorder in the church. I think that's the word that we use, disorder in the church. സഭയിൽ നമുക്കറിയാം, നമ്മൾ അത് കണ്ടതാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ. സഭയിൽ ആ നാളുകളിൽ അതുപോലെ പ്രവചനവരം, അതുപോലെ ഭാഷാവരം, ഇങ്ങനെയുള്ളവർ വളരെ ഒരുമിച്ച് എഴുന്നേറ്റ് തന്റെ ശുശ്രൂഷ ചെയ്യുന്നതുകൊണ്ട് സഭയിൽ വലിയ ഡിസോർഡർ ഉണ്ടായിരുന്നു എന്നുള്ളത്. And because they had this spiritual gifts and prosperity, they believe that they are already living in the fullness of the kingdom of God. ഇങ്ങനെ ഉള്ളത് കൊണ്ട്, ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഈ സഭയിൽ ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഡിസോർഡർ ഉണ്ടായിരുന്നത് കൊണ്ട് അവർ വിചാരിച്ചിരുന്നത് അവർ ശരിയായ രീതിയിൽ ഓൾറെഡി ദൈവ ആത്മിക നിറവിലായിരുന്നു എന്നവർ വിശ്വസിച്ചു. Because Paul, what was Paul teaching? Paul taught that a believer secures his future or his eternal life through salvation. പൗലോസ് പഠിപ്പിച്ചു അവർക്ക് ലഭിക്കുന്ന നിത്യത എന്ന് പറയുന്നത് രക്ഷയിലൂടെയാണ് അവർക്ക് ലഭിക്കുന്നത്. And that believer or we are yet to experience the fullness of the consummated kingdom of God. ആ കർത്താവിന്റെ രാജ്യത്തിന്റെ അതിന്റെ പൂർണ്ണത നാം ഇനിയും ആസ്വദിക്കുവാനായിട്ട് പോകുന്നതേ ഉള്ളൂ. Which is futuristic. അത് ഭാവിയിൽ സംഭവിക്കേണ്ട കാര്യമാണ്. Let me ask Sunday school kids, 7 C's, which is the last one? 7 C's, last one. Consummation. See, teachers are answering. Consummation. So that consummation is yet to come. അല്ലേ? അതെ, നിത്യതയിലാണ് അതിന്റെ പര്യവസാനം ഉണ്ടാകുന്നത്. That fullness is yet to come. ആ പൂർണ്ണത അത് ഇനി സംഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. But with the spiritual gifts and the prosperity and whatever and the human wisdom which is filled in their head, they have a thought that they're already living in the fullness of the kingdom of God. അവർക്കുള്ളതായിരിക്കുന്ന ആത്മീക ജ്ഞാനം, അതുപോലെ അവർക്കുള്ള വരങ്ങൾ, ഇതൊക്കെ കണ്ടിട്ട് അവർ വിചാരിച്ചു അവര് ഈ ആത്മീകമായിരിക്കുന്ന ആ പൂർണ്ണതയിൽ അവരെത്തി എന്നുള്ളതാണ്. So let's read with that understand. I'm jumping the portion, but let's read chapter 4 verse 8. With this understanding, let's read chapter 4 verse 8. ഈ ചിന്തയോടുകൂടി 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം, ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ സമ്പന്നരായി
ഞങ്ങളെ കൂടാതെ വാഴുന്നവരായി. അയ്യോ, നിങ്ങളോടുകൂടെ ഞങ്ങളും വാഴേണ്ടതിന് നിങ്ങൾ വാണു എങ്കിൽ കൊള്ളായിരുന്നു. Yeah, he is writing this as an irony or a sarcastic comment that you have already become kings. You have already become a people who is, reigning. അവിടെ നിന്നാഗർഭമായ രീതിയിലാണ് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്, നിങ്ങള് ഇപ്പോൾ തന്നെ നിങ്ങള് സമ്പന്നരായിരിക്കുകയാണ്. So that is one of the eschatological overdose that they believed in. അല്ലെങ്കിൽ the over-realized eschatology that they believed in. അവർ വിശ്വസ്തരായിരിക്കുന്ന ആ അധികമായിരിക്കുന്ന സത്യത്തെക്കാൾ അധികമായിരിക്കുന്ന ഭാവിയെക്കുറിച്ചുള്ള അവരുടെ അറിവിന്റെ ഒരു ഭാഗമാണ് അത്. The second thing that misled them as a proof is that they taught denying the future bodily resurrection. അതുപോലെ അവർ വിചാരിച്ചിരുന്നു ഇനി ശാരീരികമായിരിക്കും ഉയർപ്പ് ഇല്ല എന്നുള്ളത് അവർ വിശ്വസിച്ചിരുന്നു. Because they claim to reject it, presuming that they have already possessed spiritual life. എന്തുകൊണ്ടെന്നാൽ അവർ വിചാരിച്ചത് അവര് ഇപ്പോൾ തന്നെ ആത്മീയമായി അവർ പൂർണ്ണതയിലേക്ക് ചെന്നു എന്നുള്ളതാണ്. Because a Roman philosophical influence was in the church of Corinth. അവിടെ കൊരിന്ത് സഭയിൽ ഗ്രീക്ക് യവന റോമ ഫിലോസഫിയുടെ അതിന്റെ ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ടായിരുന്നു. And with that they viewed the body as corrupt and the soul is the true essence. അതുകൊണ്ട് അവർ വിചാരിച്ചത് ഈ ശരീരം അത് മലിനമാണ്, ശരിയായ രീതിയിൽ നമ്മുടെ ആത്മാവ് മാത്രമേ ശരിയായ രീതിയിലുള്ള. So their understanding of the true salvation is escaping from the body. അതുകൊണ്ട് ശരിയായ രക്ഷ എന്ന് പറയുന്നത് ഈ ശരീരത്തിൽ നിന്ന്, ഈ മലിനമായിരിക്കുന്ന ശരീരത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്. Hence there is no resurrection of the body. അതുകൊണ്ട് ഈ ശരീരത്തിന് ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പ് ഇല്ല എന്ന് വിചാരിച്ചു. And that is why they believed that the resurrection seems to be foolish and it's undesirable. അതുകൊണ്ട് അവർ വിചാരിച്ചു ഈ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് മൂഢത്വമാണ്, അത് ശരിയായ ഒരു കാര്യമല്ല. With this understanding, can you read 1 Corinthians 15 verse 12? അതുകൊണ്ട് ഈ ചിന്തയോടെ 15-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം 12. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എന്ന് നിങ്ങൾ ചിലർ പറയുന്നത് എങ്ങനെ? Paul is posing this question. How could you tell this? എങ്ങനെയാണ് നിങ്ങൾക്ക് അങ്ങനെ പറയുവാൻ സാധിക്കുക? Which means you are denying the future bodily resurrection, but when Christ himself is the witness, how could you believe this? നിങ്ങൾ തന്നെ പറയുന്നു പുനരുത്ഥാനം ഇല്ല എന്നുള്ളത്, എന്നാൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് പിന്നെ നിങ്ങൾക്ക് എങ്ങനെ പറയുവാൻ സാധിക്കും? So these are some of the differences through which they tend to question the apostolic authority of Paul himself. ഈ വക വിഷയങ്ങളാൽ അപ്പോസ്തലൻ പൗലോസിന്റെ അപ്പോസ്തലത്വത്തെ അവർ ചോദ്യം ചെയ്യുകയാണ്. In the same context, let's also read 2 Corinthians 11:5. 2 Corinthians 11:5. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 11:5. ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല എന്ന് നിരൂപിക്കുന്നു. It's a sarcastic way he's writing. There is nothing called Adisreshtamulla apostle. There is no term. There is only apostle, right? Adisreshtamulla. But these people are considering themselves as super apostles. Can you believe that? വാസ്തവത്തിൽ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാർ എന്നൊരു കാറ്റഗറി ഇല്ല. പക്ഷേ അവർ വിചാരിച്ചിരിക്കുന്നത് അവർ തന്നെ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാർ ആണ് എന്നുള്ളതാണ്. Again, can we read 2 Corinthians chapter 12, verse 12. 2 Corinthians 12:12. 12-ാമത്തെ വാക്യം. അപ്പോസ്തല ലക്ഷണങ്ങൾ പൂർണ്ണ സഹിഷ്ണുതയിലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവൃത്തികളാലും നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടു വന്നുവല്ലോ. So we see that that is Paul's argument that he's bringing. You saw all the apostolic signs or all the apostolic experiences through me. What is that making you to deny my apostolic authority?
ഞാൻ എന്നിൽ കൂടെ എല്ലാ അപ്പോസ്തല സകല ലക്ഷ്യങ്ങളും നിങ്ങൾ കണ്ടതാണ്. അതുകൊണ്ട് എങ്ങനെയാണ് അപ്പോസ്തലത്വം എന്നിലില്ല എന്ന് നിങ്ങൾക്ക് പറയുവാൻ സാധിക്കും? So that is the context for chapter 4. I hope I was able to set what Paul is trying to address through chapter 4. ഈ 4-ാം അധ്യായത്തിലൂടെ അപ്പോസ്തലൻ പൗലോസ് എന്താണ് പറയുവാൻ ശ്രമിക്കുന്നത് എന്ന് പറയുവാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. So with that, let's go to verse 1 and 2. 1-2 വാക്യങ്ങൾ വായിക്കുന്നു. ഞങ്ങളെ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തൻ എണ്ണിക്കൊള്ളട്ടെ. ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ. So the Greek word for the servant of Christ is hoperetes. ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാര് എന്നതിന്റെ ഗ്രീക്ക് വാക്കാണ് ഇപ്പോൾ നാം കേട്ടത്. And we see the same verse or same word in chapter 3 verse 5, but the meaning is different. 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ അതേ വാക്ക് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷെ അവിടെ വ്യത്യസ്തമായിരിക്കുന്ന അർത്ഥത്തിലാണ് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. The right meaning for this word is under rowers. അത് കപ്പലിന്റെ അടിത്തട്ടിൽ നിന്ന് തുഴയുന്നവരെ, കപ്പലിന്റെ അടിത്തട്ടിൽ ഇരുന്ന് തുഴയുന്നവരെ കുറിച്ചാണ് ഇവിടെ കാണുന്നത്. That is the exact translation that Paul is using here for the servants of Christ. അവിടെ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാര് എന്ന് പറയുന്നതിന്റെ ശരിയായ അർത്ഥം അതാണ്. It signifies a service of a lowly kind. അവിടെ വളരെ താഴ്ന്ന നിലയിലുള്ളതായിരിക്കുന്ന ഒരു പ്രവർത്തനത്തെ കുറിച്ചാണ് ആ ഭാഗം കാണിക്കുന്നത്. A service which is subject to direction. Somebody has to direct them to do the task. മറ്റ് ആരോ പറഞ്ഞതിനനുസരിച്ച് ശുശ്രൂഷിക്കുന്നതായിരിക്കുന്ന ഒരു ശുശ്രൂഷ. What Paul is trying to put forward is apostles or the church leaders are not masters, but they are humble workers under Christ's authority. എന്തുകൊണ്ടെന്നാൽ സഭയിലെ നേതാക്കന്മാർ, സഭയിലെ ശുശ്രൂഷകന്മാർ അവർ അധികാരികളല്ല, പ്രത്യുത അവർ ശുശ്രൂഷക്കാരാണ്. They work under Christ's authority. They are slaves of Christ. അവർ ക്രിസ്തുവിന്റെ അടിമകളാണ്, ക്രിസ്തുവിന് വിധേയമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. And then we see and stewards of the mysteries of God. So we need to understand that the apostles or the leaders of the church has two roles to play. One is servant of Christ, another one is stewards of the mysteries of God. ഇവിടെ അപ്പോസ്തലന്മാർ അഥവാ സഭയിലെ ശുശ്രൂഷകന്മാർ അവർ രണ്ട് കാര്യങ്ങളാണ് അവരെ സംബന്ധിച്ച് വായിക്കുന്നത്. ഒന്ന്, ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരായിരിക്കണം. രണ്ട്, ദൈവമർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാരായിരിക്കും. In Greek, the word used is oikonomos, which means a servant or a slave who is interested in managing the household. ഈ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഗൃഹവിചാരകന്മാർ എന്ന വാക്ക് ഗ്രീക്ക് ഭാഷയിൽ ഒരു ഭവനത്തിന്റെ ചുമതല വഹിക്കുന്നതായിരിക്കുന്ന അടിമ എന്ന അർത്ഥമാണ്. Do you remember the story of Joseph in Potiphar's house? Is entrusted with all the works that needs to be done. So that's the meaning of this word steward. യോസഫ് പോത്തിഫറിന്റെ കുടുംബത്തിൽ തന്റെ ഗൃഹത്തിന്റെ വിചാരകനായിരുന്ന അതേ അർത്ഥമാണ് നമുക്ക് ഈ ഭാഗത്ത് കാണുന്നത്. So stewards signifies delegated authority. ഗൃഹവിചാരകന്മാർ എന്ന് പറയുമ്പോൾ ലഭിച്ചതായിരിക്കുന്ന അവകാശം അതാണ് അവിടെ അർത്ഥമാക്കുന്നത്. And what they do, they share the mysteries of God. അവിടെ അവർ ചെയ്യുന്നത് എന്താണ്? ദൈവമർമ്മങ്ങളുടെ ഗൃഹവിചാരം. They share the fullness of the gospel. അവര് സുവിശേഷത്തിന്റെ പൂർണ്ണത ആണ് അവർ പറയുന്നത്. Entrusted to faithfully share God's revealed truth. ദൈവം വെളിവാക്കപ്പെട്ടതായിരിക്കുന്ന വസ്തുതകളെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അവരുടെ ലക്ഷ്യം. Which is salvation made known through Christ. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ലഭിച്ചതായിരിക്കുന്ന രക്ഷയെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. So hence what Paul is trying to say by telling this is apostles or the church leaders are to be regarded as servants of Christ. ഇവിടെ അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് സഭയിലുള്ളതായിരിക്കുന്ന ശുശ്രൂഷകന്മാർ അവർ ക്രിസ്തുവിന്റെ ശുശ്രൂഷകന്മാരാണ്. And he's re-emphasizing their humble position and they are belonging to Christ alone. അവരുടെ താഴ്ന്നതായിരിക്കുന്ന ലളിതമായിരിക്കുന്ന അവസ്ഥ അവർ ക്രിസ്തുവിനുള്ളതാണ് എന്ന് ഇവിടെ അപ്പോസ്തലൻ പൗലോസ് പറയുന്നു. At the same time they have a trusted position and have an accountability to God. അതേസമയം തന്നെ വളരെ ചുമതലയുള്ളതായിരിക്കുന്ന ഒരു സ്ഥാനം, ദൈവത്തോട് തനിക്ക് കണക്ക് കൊടുക്കേണ്ട ഒരു സ്ഥാനം അവർക്കുണ്ട്. In sharing the pure gospel of Christ faithfully. അവർക്ക് ലഭിച്ചതായിരിക്കുന്ന ദൈവവചനം, ആ സുവിശേഷം മറ്റുള്ളവരോട് അറിയിക്കുന്ന ആ ചുമതല അവർക്കുണ്ട്. The second verse that we read
calls for what is the quality that the steward should possess. അങ്ങനെയുള്ള ഗൃഹവിചാരന്മാർ എന്ത് യോഗ്യതയാണ് ഉണ്ടാകേണ്ടത് എന്ന് രണ്ടാമത്തെ വാക്യം കാണുന്നു. And what is the quality that the steward should possess? അവർക്ക് ഉണ്ടായിരിക്കേണ്ട യോഗ്യത എന്താണ്? Faithfulness or അവർ trustworthiness. വിശ്വസ്തരായിരിക്കണം എന്നുള്ളതാണ്. Leaders are accountable to God. സഭയിലെ ശുശ്രൂഷകന്മാർ അഥവാ നേതാക്കൾ അവർ ദൈവത്തോട് കണക്ക് പറഞ്ഞേ മതിയാകുള്ളൂ. They must be reliable and they must be consistent in handling the word of God. ദൈവവചനം അവര് ശരിയായ രീതിയിൽ തുടർമാനമായിട്ട് അത് കൈകാര്യം ചെയ്യുവാൻ അവർ കഴിവുണ്ടാവണം. So Paul is giving this introduction and he's saying that how the pride that is built up in the church in Corinthians needs to be addressed. So he's building up this argument through this. ഈ ഭാഗത്തൂടെ അപ്പോസ്തലൻ പൗലോസ് അവരുള്ളതായിരിക്കുന്ന അഹംഭാവം, പ്രൈഡ്, അതിനെക്കുറിച്ചാണ് അപ്പോസ്തലൻ പൗലോസ് അതിന്റെ ആ ആർഗ്യുമെന്റിനാണ് താൻ ഈ വിഷയങ്ങൾ പറഞ്ഞു വരുന്നത്. But you need to understand that Paul, who is so learned, we know that Paul is we know his background, right? He's so learned. പൗലോസ് വളരെ വിദ്യാസമ്പന്നനാണ് നമുക്കറിയാം. But due to the spiritual maturity that he is in him, he was not a big show off in the church. അങ്ങനെയാണെങ്കിൽ തന്നെയും തന്റെ ആത്മീയമായിരിക്കുന്ന ആ നിലകൊണ്ട് താൻ അത് സഭയിൽ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. But some of the church members who prided in their spiritual gifts and in their prosperity considered Paul as inferior. എന്നാൽ സഭയിലുള്ളതായിരിക്കുന്ന ചില വ്യക്തികൾ അവരുടെ കൃപാവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പൗലോസ് അപ്പോസ്തലൻ അവരെക്കാൾ താണതാണ് എന്ന് അവർ വിചാരിച്ചിരുന്നു. I'll come back in the next class perhaps. ഒരുപക്ഷെ നമുക്ക് അടുത്ത ആഴ്ചയിൽ നമുക്ക് ആ വിഷയം കൂടുതലായിട്ട് സംസാരിക്കാം. But I want you to bear in mind that Paul tries to correct it and say how a real church leader has to be. എന്നാൽ അപ്പോസ്തലൻ പൗലോസ് അവരോട് പറയുകയാണ്, ഒരു സഭയിലെ ഒരു നേതാവ്, ഒരു ലീഡർ താൻ എങ്ങനെയായിരിക്കണം എന്നുള്ളത്. He has to be the lowest level of a servant of Christ and a steward of Christ. അവൻ ഏറ്റവും താഴ്ന്ന നിലയിൽ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരനായിരിക്കണം, ദൈവമർമ്മങ്ങളുടെ ഗൃഹവിചാരകൻ ആയിരിക്കണം. So let these words continue to speak with us and perhaps we'll continue the next class. അടുത്ത ആഴ്ച നമുക്ക് ഈ ഭാഗത്തിന്റെ ബാക്കി ഭാഗങ്ങൾ ചിന്തിക്കുവാനായിട്ട് കഴിയും. Thank you. Thank you very much.